morning. Good morning, sir. Good morning, sir. Good morning, sir. എല്ലാവരും വീഡിയോ ഓണാക്കി, വീഡിയോ മസ്റ്റ് ആയിട്ട് ഓണാക്കി. എല്ലാവരും പൗർണമി, അക്ഷയ്, നമീർ, പാർത്ഥസാരഥി, അനുലക്ഷ്മി, ആദിദേവ്, ടി ജെ, കീർത്തന, നിഖിൽ രാജ്, Yes, sir. ജിയന്ന, എല്ലാവരും ഓൾ സ്റ്റുഡൻസ്, അലീന, MS അഭിഷേക്, എല്ലാവരും ഓൾ സ്റ്റുഡൻസ് വീഡിയോ ഓണാക്ക. നിർബന്ധം. സന്തോഷത്തിലല്ല, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. എല്ലാവരും Yes, sir. ഉഷാറായിട്ടിരിക്കണം കേട്ടോ. എല്ലാവരും വീഡിയോ ഓണാക്കട്ടോ. ഓൾ സ്റ്റുഡൻസ് അറ്റൻഡൻസ് ഒന്ന് എടുക്കാണ്, ഒന്ന് ശ്രദ്ധിക്കാം. ഓൾ ഷുഡ് റെസ്പോൺസ്. ഓക്കെ, ഓൾ ഷുഡ് റെസ്പോൺസ്. സനൈ MS, സനൈ Present, sir. സനൈ MS ലാസ്റ്റ് ക്ലാസ്സിലല്ലേ ആദ്യമായിട്ട് വന്നിരുന്നത് അല്ലേ? 1-2 ക്ലാസ് അല്ലേ ആയിട്ടുള്ളൂ. സനൈ, ആരോൺ ആന്റണി, ആരോൺ ആന്റണി വീഡിയോ ഓൺ ആണോ ആരോന്റെ? ഓക്കെ. അഭിനന്ദന, അഭിനവ് AM, Yes, sir. അഭിനന്ദന. Yes, sir. എന്താണ് ഒരു ഡിലേ വന്ന മോളെ? ഡിലേ Mic on. ഓണാക്കി വെച്ചോളൂ കേട്ടോ. ഉഷാറായിട്ട് മെഡിക്കായിട്ട് ഇരിക്കാം. അഭിഷേക് സുധി. Yes, sir. ആദിദേവ് ടി ജെ, അതിഷാബി ജോഷി. Yes, sir. നിങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ ഓണാക്കിയിട്ട് ഇങ്ങനെ സ്ക്രീനിൽ കാണുമ്പോഴേ വല്ലാത്തൊരു സന്തോഷമാണ് മനസ്സിൽ. കാരണം നമ്മള് ക്ലാസ് മുറിയിൽ എത്തിയ ഒരു പ്രതീതിയാണ് നമുക്ക് ഫീൽ. ആദിദേവ് ടി ജെ, ആദിദേവ് ടി ജെ റെസ്പോൺസ് വേണമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ആദിദേവ് ടി ജെ. അതിഷാബി ജോഷി, ആദിത്യൻ AS, Yes, sir. അഫ്രിൻ PA, അക്ഷയ ES, Yes, sir. Yes, sir. ആലിയ, അംന സിറാജ്, Yes, sir. അംന സിറാജ്. ഓക്കെ, എന്താ മോളെ ഡിലേ ആയേ? അംന സിറാജ്. അനീന M ജലീൽ, ആഞ്ചലോ ജെയിംസ്, Yes, sir. അനുഗ്രഹ സഞ്ജയ്, Yes, sir. അനുലക്ഷ്മി മണികണ്ഠൻ, Yes, sir. അനുരാഗ്, Yes, sir. അനുശ്രീ, അർജുൻ NM, Yes, sir. അരുണിമ KK, അരുണിമ KS, ആഷ്ലി നബി റോയ്, അശ്വിൻ ബിജു, Yes, sir. ആതിര ശിവദാസ്, അതുൽ VS, Yes, sir. അവന്തിക സുമോദ്, ഐഷ AS, Yes, sir. അഭയ് കൃഷ്ണ, Yes, sir. അക്ഷയ്, Yes, sir. ഭദ്ര PB, Yes, sir. ചിന്മയി VS. Yes, sir. ചിന്മയി Yes, sir. കാപ്പിയൊക്കെ കുടിച്ചോ? കുടിച്ചു. വെരി ഗുഡ്. ദേവി അമ്മു, Yes, sir. ദേവിക ബിനോജ്, Yes, sir. ഇവൻ ജിൻസ്, Yes, sir. ഫിസ PF. ഓക്കെ മോനെ, ഫിസ PF, Yes, sir. ജിയ വിൽസൺ, Yes, sir. ഹസ്ന അൻവർ, ജിസ്മി ഹസ്ന അൻവർ, Yes, sir. ജിസ്മി, Yes, sir. ജിസ്ന ജിൻസൺ, Yes, sir. ജിയന്ന PJ, Yes, sir. കീർത്തന അനിൽ, കൃഷ്ണ സുനിൽ, ലക്ഷ്മി CS. ഓക്കെ മക്കളെ, ലക്ഷ്മി CS, MS അഭിഷേക്, Yes, sir. മരിയ ജെയിംസ്, Yes, sir. മായിൽ KS. Yes, sir. ആരാണത്? Sir, new student ആണ്. പേര് അതാണ് എനിക്ക് അറിയേണ്ടത്. മയിൽ. ഓക്കെ മയിൽ. ഓക്കെ, എവിടെയാണ് മോളുടെ വീട്? കൊടുങ്ങല്ലൂര്. കൊടുങ്ങല്ലൂർ എവിടെയാ? അസ്മാബി കോളേജ് അല്ലേ? ഓക്കെ. 10th എവിടെയാ പഠിച്ചത്? ശ്രീ സായി വിദ്യാഭവൻ. ഓക്കെ, CBSE സ്റ്റുഡന്റ് ആണ്. ഓക്കെ, ഇനി +1 എന്താ എവിടെയാ പഠിക്കാൻ പോകുന്നത്? ഇപ്പൊ കിട്ടിയത് കേരള ഓർമ്മയിലാണ്. ഓക്കെ.
അപ്പൊ മയിൽ കേസ് നമുക്ക് ഇപ്പോ സീക്വൻസ് ആൻഡ് സീരീസിന്റെ ക്ലാസ്സിൽ മോളുണ്ടായിരുന്നോ ഇതിനു മുമ്പ്? മാത്സ് ഫസ്റ്റ് ക്ലാസ് അത്. മാത്തമാറ്റിക്സിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പൊ ഇതിന്റെ ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന സീക്വൻസ് ആൻഡ് സീരീസ് ആണ്. അപ്പൊ അതിന്റെ 10th ഒരു ബേസ് മോൾക്ക് ഉണ്ടാവും അല്ലെ? 10th CBSE അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ഒരു ബേസ് ഉണ്ട്. ആ ബേസിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് കുറച്ച് മനസ്സിലാവും. കൂടുതൽ നമുക്ക് മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് മലബാറിന്റെ വെബ്സൈറ്റിൽ ക്ലാസ് ഉണ്ട്. എന്നിട്ടും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം. എന്റെ നമ്പർ ഞാൻ തരാം. ഒരു ലെഫ്റ്റ് ആവാതെ 8:30 ഞാൻ തരാം കേട്ടോ. ഓക്കെ ഓക്കെ മൈ. മിനിഹ Yes, sir. ആലിയ ഐഷ ആലിയ. Yes, sir. 6:30 ക്ലാസ്സിൽ കയറിയില്ലല്ലോ, അറ്റൻഡൻസിൽ ഉണ്ടായിരുന്നില്ലല്ലോ ഐഷ ആലിയ. 6:32 കയറി. എന്താ 6:32? 2 മിനിറ്റ് എവിടെ പോയി ഐഷ? 2 മിനിറ്റ് എണീക്കാൻ പോയി. ഞാൻ പറയാറുണ്ടല്ലോ എന്നും നേരത്തെ കിടന്ന് 6 മണിയാവുമ്പോ എഴുന്നേൽക്കണമെന്ന്. കേട്ടോ ഐഷ 6:30 തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം. കണ്ടോ ഞാൻ എനിക്ക് അറ്റൻഡൻസ് എടുത്തപ്പോ ഐഷയുടെ പേര് കണ്ടില്ല. ഓക്കെ വന്നേക്കണേ. കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടോന്നാ? ആപ്പിള് ഇല്ലില്ല, കഴിച്ചില്ല. ഇന്ന് നേരം കിട്ടിയില്ല. കിട്ടിയില്ല അല്ലെ? ആയിക്കോട്ടെ. അപ്പൊ എത്രയാവുമ്പോ കഴിച്ചോളൂ. മിനിഹ ഓക്കെ. മുഹമ്മദ് ഫഹ്മാൻ. നമീർ. Yes, sir. നയന ബാബു. Yes, sir. വിദ്യ ബീബി. നിഫ്സിയ. Yes, sir. നിഖിൽരാജ്. നിയായം. പാർത്ഥസാരഥി. പാർവതി MS. Okay, very good. പവിത്ര KP. പവിത്ര പ്രസന്നൻ. പൗർണമി പ്രദീപ്. രാജകൃഷ്ണ TR. Yes, sir. റിമിത ഉത്തമൻ. റിസാൻ. സൈബ ഫാത്തിമ. Yes, sir. സജില ഫാത്തിമ. ഞാനത് ചെക്ക് ചെയ്തിട്ട് ഞാൻ മോളെ കോണ്ടാക്ട് ചെയ്യാട്ടോ. മോളുടെ മെസ്സേജ് ഞാൻ കണ്ടിരുന്നു. ഇന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ സജില ഫാത്തിമ. ഓക്കെ. സാവിയോ. ശിവാനി മധുസൂദനൻ. Yes, sir. സോണ. Yes, sir. സോണിയ കെ സൈമൺ. സോണിയ കെ സൈമൺ. ന്യൂ സ്റ്റുഡന്റ് അല്ലേ? ന്യൂ സ്റ്റുഡന്റ് ആണോ സോണിയ? സോണിയ കെ സൈമൺ കേൾക്കുന്നുണ്ട്. ന്യൂ സ്റ്റുഡന്റ് ആണോ? അതെ. ഓക്കെ. സോണിയ എവിടെയാണ് വീട്? ഞാൻ മൂത്തുകുന്നം. ഓക്കെ. 10th എവിടെയായിരുന്നു സോണിയ? 10th SNMHS മൂത്തുകുന്നം. ഓക്കെ. മാത്തമാറ്റിക്സിന്റെ ഫസ്റ്റ് ക്ലാസ് ആണോ മോളെ ഇന്നത്തെ? അതെ. അപ്പൊ ഒരു 8:30 കഴിയുമ്പോ ലെഫ്റ്റ് ആവാതെ ഇതിലുണ്ടാവണം കേട്ടോ. നമുക്ക് സംസാരിക്കാം. ഓക്കെ. ശ്രേയസ് KS, സുഹാന അനീഫ്. തോമസ്. ക്രിസ്റ്റീന തോമസ്. Yes, sir. യെസ് മിടുക്കി. വിസ്മയ SR. വിവേക് VS. Yes, sir. വിവേക് VS. Yes, sir. വൃന്ദ ബാബു. വഫ. വിഷ്ണു ബീബി. Sir. ഓക്കെ. തുടങ്ങാട്ടോ. സ്റ്റാർട്ട് ആവാം. ശ്രദ്ധിക്കാം. ഓൾ സ്റ്റുഡൻസ് വീഡിയോ ഓൺ ആക്കാട്ടോ. എല്ലാവരും നിർബന്ധമായിട്ടും വീഡിയോ ഓൺ ആക്കണം. ഞാൻ വീണ്ടും പറയാണ്, നിർബന്ധമായിട്ടും വീഡിയോ ഓൺ ആക്കാൻ എല്ലാ കുട്ടികളും. ഈ ക്ലാസ്സിൽ നിന്നല്ല, എല്ലാ ക്ലാസ്സിലും എല്ലാവരും. കാരണം വളരെ സന്തോഷം. ആസ് എ ടീച്ചർ വെരി ഹാപ്പി. അശ്വന്ത് വന്നിട്ടില്ലേ? അശ്വന്ത് വേണു. വൈകില 6:30 വന്നിട്ടില്ലല്ലോ അശ്വന്ത്. ഇത്തിരി ലേറ്റ് ആയി. നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. വൈഫൈ ഓൺ ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് ആ വീഡിയോ ഒന്ന് ഓണാക്കി കണ്ടു സംസാരിക്കാം. അടുത്ത ക്ലാസ് എടുക്കാം. അശ്വന്ത് എവിടെയാണ്? അശ്വന്ത് വീഡിയോ ഓണാക്കാമോ? യെസ് സർ. വീഡിയോ ഓണാക്കത് എവിടെ വന്നിട്ടുണ്ട്? അശ്വന്ത് എന്താ സംഭവിച്ചത്? ലേറ്റ് ആവാൻ കാരണം വൈഫൈ ഓൺ ആവുണ്ടായിരുന്നില്ല. വൈഫൈ ഓൺ ആവുന്നുണ്ടായിരുന്നില്ല. ഓക്കെ. എപ്പോ എഴുന്നേറ്റു? 10 മിനിറ്റ് ലേറ്റ് ആയുള്ളൂ. ഓക്കെ. ഇന്ന് എപ്പോ എഴുന്നേറ്റു? ഞാൻ 6:15. 6:15. അത് പറ്റില്ല. 6 o'clock എഴുന്നേൽക്കണം കേട്ടോ നാളെ മുതൽ. അപ്പൊ വൈഫൈ കറക്റ്റ് ആയിട്ട് ഓണാവും. ഓക്കെ. അപ്പൊ 6 മണിക്ക് അല്ലെങ്കിൽ ഒരു 5:45 എഴുന്നേൽക്കാം. എഴുന്നേൽക്കുമ്പോ തന്നെ വൈഫൈ ഓൺ ആക്കി ഇട്ടോളൂ കേട്ടോ. അപ്പൊ ലേറ്റ് ആവാൻ പാടില്ല. ഓക്കെ മോനെ? അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മോനോട് ഞാൻ ചോദിച്ചോ. പിടിച്ചോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോ. എല്ലാവരും റെഡി ആവാൻ. നോട്ട്ബുക്ക് ഒക്കെ അടയ്ക്കാം.
നോട്ട്ബുക്ക് ഒക്കെ അടച്ച് ഭംഗിയായിട്ട് നല്ല അനുസരണയുള്ള കുട്ടികളായിട്ട് ഇരിക്കുക. മോനെ പിടിച്ചോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോ കുട്ടാ. വളരെ സിമ്പിൾ ആയിട്ട് ആ സീക്വൻസും സീരീസും തമ്മിലുള്ള ഡിഫറൻസ്, സീക്വൻസും സീരീസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അശ്വന്ത്. അത് ഫോർമുലയൊന്നല്ല, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചോദിച്ചത്. എന്താ സീക്വൻസും സീരീസും തമ്മിലുള്ള ഡിഫറൻസ് പറയാൻ പറ്റുമോ നോക്കി? കിട്ടിയതിന് കുഴപ്പമൊന്നുമില്ല, അശ്വന്ത് ട്രൈ ചെയ്യും. കിട്ടുന്നില്ല പെട്ടെന്ന്, അതെന്താ കേസ് അറിയോ? നീ ഇപ്പൊ എണ്ണിട്ടുള്ളൂ, 6:15 6:20 നീ എഴുന്നേറ്റിട്ടുള്ളൂ. വൈഫ് ഓണാവത്തിന്റെ തന്ത്രപ്പാടും ആകെ ഇത് കറക്റ്റ് അല്ല. അപ്പൊ നീ ഒരു നേരത്തെ എഴുന്നേറ്റോ, ഒരു 6 മണിക്ക് എഴുന്നേറ്റുള്ളൂ. ഓക്കെ അശ്വന്ത്, അശ്വന്ത് ഓക്കെ. നാളെ മുതൽ ഞാൻ വിളിക്കും കേട്ടോ. അഭിനവേയം, അഭിനവേയം എവിടെയാ അഭിനവ്? അഭിനവ് തന്നെ. അഭിനവ് സീക്വൻസ് ഡിഫറൻസ്. സീക്വൻസിന് എക്സാമ്പിള് A1, A2, A3. And numbers arranged in certain order. Okay. Series എന്ന് പറയുമ്പോൾ A1 plus A2 plus A3 plus. ഓക്കെ ഓക്കെ, അത്രേ ഉള്ളൂ. അശ്വന്തിനെ അറിയാമായിരുന്നു, പക്ഷെ സമയം വൈകി എഴുന്നേറ്റത് മൂലം ഇതങ്ങോട്ട് ഓണായി വന്നുള്ളൂ. നേരത്തെ വൈഫൈ ആയിരുന്നു ഓഫ്, ഇപ്പൊ ഇവന്റെ ഇത് ഓണായി വന്നുള്ളൂ, അതാണ് പ്രശ്നം. അതായത് സീക്വൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലെ, 2, 4, 6, 8, 10 എക്സെട്ര റൂളിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് പോയി. സീരീസ് അല്ലെ, അദ്ദേഹം ജനറൽ ആയിട്ടാണ് അഭിനവേയം ജനറലൈസ് ചെയ്ത് സംസാരിക്കേണ്ടത്. A1, A2, A3 എക്സെട്ര AN എന്നാണ്. അപ്പോ സീരീസ് എന്ന് പറയുമ്പോൾ A1 plus A2 plus A3 plus എക്സെട്ര. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു അല്ലെ? വിസ്മയ, രാധാകൃഷ്ണ, അഭിഷേക്, അവന്തിക സുമോദ്, സോണ വിൽസൺ, ഇതൊക്കെ അറിയാലോ. അനീന എഴുന്നേറ്റിരിക്കുമ്പോളെ ഇങ്ങനെ കിടക്കരുത്, ഇങ്ങനെ നല്ല നട്ടെല്ലൊക്കെ ഉയർത്തി ഇങ്ങനെ ഇരിക്കും കേട്ടോ. അനീന, എം ജലീൽ ഉഷാറായിട്ടിരുന്നേ. അങ്ങനെ കിടക്കരുത് കേട്ടോ, ഇങ്ങനെ ഇങ്ങനെ നിവർന്നിരിക്കണം. ഇവിടെ നട്ടെല്ലൊക്കെ ഉഷാറായിട്ട് ഇങ്ങനെ ഇരിക്കാം, സ്കൂളിൽ ഇരിക്കണ പോലെ. ആ ബെഞ്ചിലൊക്കെ നമ്മൾ ഇരിക്കില്ലേ, ആ പഴയ കാലം എന്ന് ഓർത്തൊക്കെ സ്കൂളിൽ ബെഞ്ചിലിരിക്കുന്ന ആ അനീനൊന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ഉഷാറായിട്ട് ഇരിക്കാം. ഓക്കെ അനീന. റിമിത, റിമിത ആർ യു റെഡി? നിമിത. യെസ് സർ. റിമിതനെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് റിമിത. ഓക്കെ, കാണാത്തവർ കണ്ടോളൂ കേട്ടോ, ഇതാണ് റിമിത. അപ്പൊ റിമിത, എന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ AN കാണുവാനുള്ള ഫോർമുല? AN is equal to A plus N minus 1 into D. ഓക്കെ ഓക്കെ. then അനുലക്ഷ്മി മണികണ്ഠൻ, അനുലക്ഷ്മി മണികണ്ഠനെ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. അനുലക്ഷ്മി, എന്താണ് ഇപ്പോ റിമിത നമ്മളോട് പറഞ്ഞു? AN equal to A plus N minus 1 into D എന്ന്. അതിൽ A എന്ന് പറയുന്നത് എന്താണെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അനുലക്ഷ്മി? ആ A എന്താണ്? ഫസ്റ്റ് ടേം. A is the first thing. Okay. അഭിഷേകിനെ കാണാൻ പറ്റുമോ? അഭിഷേക D എന്താ മോനെ? D കോമൺ ഡിഫറൻസ്. ആ കോമൺ ഡിഫറൻസ് കാണുവാനുള്ള ഫോർമുല കീർത്തനാനിൽ നിന്ന് പറഞ്ഞു കൊടുക്കാലോ കുട്ടികൾക്ക് അല്ലെ? കീർത്തനാനില് സിമ്പിൾ കാര്യങ്ങളാണ്. കീർത്തനാനിൽ D കാണാനുള്ള സംഭവം ഒന്ന് പോരട്ടെ. A2 minus A1. ഓർ അല്ലെങ്കിൽ സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം. അല്ലെങ്കിൽ എന്താണ് സംഭവം? അല്ലെങ്കിൽ ഓപ്ഷൻ വേണ്ട നമുക്ക്. അല്ലെങ്കിൽ സംഭവം ശരിയാണ്. കീർത്തന അനിൽ പറഞ്ഞത് ശരിയായ ഉത്തരാണ്. A2 minus A1 അല്ലെങ്കിൽ പറഞ്ഞോ? അല്ലെങ്കിൽ A1 plus N minus 1 into D ആണോ? അല്ല, അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ നമുക്ക് വേറൊരാളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പൊ കേട്ടിരുന്നോളൂ കേട്ടോ. ക്രിസ്റ്റീന തോമസ് കേട്ടോ. ക്രിസ്റ്റീന തോമസ്. എനിക്കറിഞ്ഞൂടെ സാർ, എനിക്ക് ആ ഇക്വേഷൻ മാത്രമേ അറിഞ്ഞുള്ളൂ. അറിയുള്ളൂ? അതെ, കഷ്ടായിട്ട് പോയില്ല. അനുശ്രീ ഒന്ന് പറഞ്ഞു കൊടുത്ത. അനുശ്രീ A3 minus A2. A3 minus A2. ഓക്കെ.
ഓക്കെ, അനുശ്രീ അറ്റൻഡൻസ് എടുത്തപ്പോ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞാൻ കുറെ വിളിച്ചോളൂ അനുശ്രീന്ന്. അപ്പൊ അനുശ്രീ ഉണ്ടായിരുന്നത് എന്താണ്? ക്ലിയർ ആയില്ല സാറ്. ഓക്കെ അനുശ്രീ. അനുശ്രീ പറഞ്ഞ ഉത്തരം 100% ശരിയാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കിട്ടാത്ത കുട്ടികൾ ഞാൻ ചുമ്മാ ചോദിച്ചു എന്നുള്ള ഓറ്, അപ്പൊ അത് അറിഞ്ഞിരിക്കണം. നമ്മൾ കോമൺ ഡിഫറൻസ് പഠിച്ചു അല്ലേ? നമ്മള് AP എന്താണെന്നൊക്കെ പറഞ്ഞ് കോമൺ ഡിഫറൻസ് അങ്ങ് പറഞ്ഞപ്പോ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോമൺ ഡിഫറൻസ് ഈക്വൽ ടു സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ഓർ തേർഡ് ടൈം മൈനസ് സെക്കൻഡ് ടൈം. കിട്ടാത്ത കുട്ടികള് തേർഡ് ടൈം മൈനസ് സെക്കൻഡ് ടൈം, ഓ വീണ്ടും ഓറ് പറയാം ഫോർത്ത് ടൈം മൈനസ് തേർഡ് ടൈം, ഇനി പോവാം ഫിഫ്ത് ടൈം മൈനസ് ഫോർത്ത് ടൈം. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് സെയിം ആൻസർ തന്നെ വരിക. അതുകൊണ്ടാണല്ലോ അത് AP അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അപ്പോ ശ്രദ്ധിക്കുക, കീർത്തനാനിൽ അതുപോലെ ക്രിസ്റ്റീന തോമസ് ഇവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മറ്റു കുട്ടികളിലേക്ക് ഞാൻ എത്തിയില്ല. മറ്റു കുട്ടികളും ഒന്ന് ശ്രദ്ധിക്കുക. കോമൺ ഡിഫറൻസ് ഇറ്റ് ഈസ് യൂഷ്വലി ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റർ d. d ഈക്വൽ ടു സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ഓർ third term minus second term. Is it clear? Kirtana Anil, is it clear? Yes, Kirtana? Yes, sir. Christina Thomas, clear? Yes, sir. Yes. രാധാകൃഷ്ണയ്ക്ക് അറിയാമായിരുന്നു അല്ലേ? രാധാകൃഷ്ണയ്ക്ക് അറിയാമായിരുന്നു. ഗൗരി നന്ദയ്ക്ക് അറിയാമായിരുന്നു. രാധാകൃഷ്ണ ടിആർ അറിയാമായിരുന്നില്ലേ? അറിയായിരുന്നു. ഗൗരി നന്ദ അറിയാമായിരുന്നു. പാർവതി MS അറിയാമായിരുന്നു. പൗർണമി പ്രദീപ് ബോറടിക്കാണ്. എന്താണ് ഇങ്ങനെ നിസ്സാര ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് സമയം കളയുന്നത് എന്താണ്? പൗർണമി ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. അനീന എഞ്ചലിൽ വീണ്ടും കിടക്കാണ്. അനീന ഉഷാറായിട്ടിരിക്കണം. അഭിനവയൊക്കെ ഇരിക്കണം. അതുപോലെ ഉഷാറായിട്ടിരിക്കുക. ഓക്കെ, വിഷ്ണു വിധി വീഡിയോ ഓണാക്ക. ആഞ്ചലോ ജെയിംസ്, ആഞ്ചലോ ആ സമ്മതാനുള്ള ഫോർമുല ഇങ്ങോട്ട് പോട്ടെ. ആഞ്ചലോ ജെയിംസ് SN ഈക്വൽ ടു പോട്ടെ. SN ഈക്വൽ ടു A plus n minus 1 into d ആണോ? തകർത്തു. അത് SN ആണോ? അപ്പൊ അതാണോ എന്ന് അല്ലില്ല. n/2 into പറഞ്ഞോ. n/2 into 2a plus n minus 1 into d. ശരിയാണ്. പിന്നെ നീ എന്തിനാണ് അതാണോ എന്ന് എന്നോട് ചോദിച്ചത്? എന്തുകൊണ്ടാ? അത് മാറിപ്പോയത്. അതെ, എന്റെ അത് ഓക്കെ, മാറാൻ പാടില്ല. ഒരു 3 പ്രാവശ്യം. ഓക്കെ, ഒരു 3 ടൈംസ് കേട്ടാ? ചോദിച്ചു റൗണ്ടൊക്കെ അടിച്ചു വരുമ്പോ എനിക്ക് ഒരു 3 ടൈംസ് ചുമ്മാ എഴുതി വെച്ചേരാ. ഓക്കെ, ശിവപാർവതി ഇതാണ് നമ്മുടെ പുതിയ സ്റ്റുഡന്റ്. ഇന്നത്തെ ആദ്യമായിട്ട് ക്ലാസ്സിൽ വന്ന മൈൽ KS, അതുപോലെ സോണിയ എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്. അവര് രണ്ടുപേരും ക്ലാസ്സിൽ ഒന്ന് ഊർജ്ജസ്വലരെ ഇരിക്കാം. അപ്പൊ ക്ലാസ് മനസ്സിലാവും. കാരണം 10th ബേസ്ഡ് ആണ്, CBSE സ്റ്റുഡന്റ് ആകണ്ട. ഈ ആയിഷ അലിയ എന്നൊക്കെ പറഞ്ഞ കുട്ടി CBSE ആ. കൊച്ചെന്നോട് പറഞ്ഞ അരിത്തമെറ്റിക് പ്രൊഫഷൻ എല്ലാം അറിയാന്നാ പറഞ്ഞത്. അപ്പോ 10th പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അക്ഷയ. യെസ് അക്ഷയ. Yes, sir. അക്ഷയ, ഒരു ചോദ്യം അങ്ങ് ചോദിച്ചാൽ ഉത്തരം പറയാൻ തയ്യാറാണോ? നോക്കാം. പറ്റുമെന്ന് പറയണം. പറ്റും. സമ്മ് കാണാനായിട്ട് ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കാം? SN is equal to n/2 a plus 1. A plus L 1 അല്ല, L ആണ്. A plus L മോളെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചതിന്റെ മിസ്റ്റേക്ക് ആണ്. L എന്നാണ് പറയാ കേട്ടോ. L ആണ്, 1 അല്ല. SN ഈക്വൽ ടു n/2 into a plus L. ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം. SN ഈക്വൽ ടു n/2 into ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം. അതില് n കാണേണ്ട വരും ചിലപ്പോൾ സിറ്റുവേഷൻ. ആ n കാണാൻ നമുക്ക് AN ഈക്വൽ ടു a plus n minus 1 into d എന്നുള്ള ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒക്കെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. അപ്പൊ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ ഇപ്പൊ ചോദിക്കാനുള്ളൂ. പക്ഷെ നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് ചെയ്തു പോവാം. മറ്റു കുട്ടികളോടും ഞാൻ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ആ AP-യുടെ കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട്സുകൾ മാത്രം ഒന്ന് സംസാരിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി എല്ലാവരും വീഡിയോ ഓണാക്കി
ഒരിക്കൽ കൂടി ഉഷാറായിട്ട് കേൾക്കാം. an കാണുവാനുള്ള ഫോർമുല a plus n minus 1 into an equal to a plus n minus 1 into an കാണുവാനുള്ള ഫോർമുല. ഓക്കെ, എല്ലാവർക്കും അറിയാം. അപ്പൊ അതങ്ങ് ടിക്കറ്റ് an equal to a plus n minus 1 into d. ഇനി നമ്മൾ പഠിച്ചിരിക്കുന്ന സംഭവം Sn കാണാനാണ്. Sn equal to n by 2 into 2a plus n minus 1 into d, or first term and last term is given. Sn equal to n by 2 into first term plus last term. n കണ്ടുപിടിക്കാനായി an equal to a plus n minus 1 into d യൂസ് ചെയ്യാം, or Sn equal to or n equal to tn minus t1 by d plus 1. ഞാൻ പറഞ്ഞു NCERT-യിൽ ഇല്ലാത്തൊരു ഫോർമുല കൂടി ഞാൻ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതി തന്നിരുന്നു. n equal to tn minus t1 by d plus 1 എന്ന് ഞാൻ പറഞ്ഞിട്ട് സാധാരണ NCERT-യില് an equal to a plus n minus 1 into d ആണ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായ ആളുകളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞതും. കുറച്ച് കുട്ടികളോട് ചോദ്യം ചോദിച്ചു. കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കൂടുതൽ ചോദ്യങ്ങളും നിങ്ങളിലേക്ക് എത്തും. അതുവരെ നമുക്ക് പ്രോബ്ലത്തിലേക്ക് മടങ്ങി പോവാം. റെഡി അല്ലേ? നിങ്ങൾ തയ്യാറല്ലേ മക്കളെ? എല്ലാവരും റെഡി അല്ലേ? പ്രോബ്ലം ചെയ്യാൻ അവന്തിക, സുമോദൊക്കെ റെഡി അല്ലേ? പ്രസിഡന്റ് നിൽഹ, ജിസ്മി എല്ലാവരും റെഡി അല്ലേ? വസുദേവ്, പൗർണമി, ആരോൺ ആന്റണി, നിഖിൽ രാജ്. Yes, sir. നിഖിൽ രാജിന്റെ ഫേസ് ഒന്ന് കണ്ടേ, തലമുടി മാത്രമേ കാണുന്നുള്ളൂ. ഒന്ന് ക്യാമറയിലേക്ക് ഒന്ന് കാണിച്ച് നോക്കാം. നിഖിൽ രാജ്. ഓക്കെ നിഖിൽ രാജ്. ഓക്കെ. പാർവതി MS, ആരോൺ ആന്റണി വീഡിയോ ഓഫ് ആയി പോയി, വീഡിയോ ഓൺ ആക്കണം. സോണ വിൽസൺ, അഭിനവ് AM, കീർത്തന, അദിഷ, അക്ഷയ, അഭിഷേക്, അരുലക്ഷ്മി, വിനീത, വിസ്മയ, പൗർമൈ, അഞ്ചലോ, ജെയിംസ്, രാജകൃഷ്ണ, അനുശ്രീ, മൈൽ KS, ക്രിസ്റ്റീന തോമസ്, ചിന്മയി ആർ യു റെഡി? യെസ്, റെഡി. അപ്പോ ഇന്ന് പുതുതായി ജോയിൻ ചെയ്ത മൈൽ KS ആൻഡ് സോണിയ K സൈന, ഓക്കെ, നമ്മുടെ +1 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യാണ്. അപ്പോ എഴുതാം. ഞാൻ ജസ്റ്റ് ഫോർമുലാസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി പറഞ്ഞു. അപ്പോ പ്രോബ്ലംസ് ഒന്ന് എഴുതിക്കോളൂ. എന്നാ പിടിച്ചോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോട്ടോ. റെഡി? This is the first question. Please write. The 10th term of an AP is 73. The 10th term of an AP is 73 and the 20th term is 43. Find the 44th term. 3 marks in state examination, higher secondary examination വന്ന ഒരു ചോദ്യമാണ്. ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ CBSE കുട്ടികൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ആവാനുള്ള ഒരു സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ബി ഫാസ്റ്റ്. This is the question. The 10th term of an AP is 73 and the 20th term is 43. Find the 44th term. Adidev TJ. Sir. Yes. എന്താ പറ്റിയ? രാവിലെ അറ്റൻഡൻസ് വിളിച്ചപ്പോ Sir, അപ്പം നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടായി. ഓക്കെ മോനെ. ഓക്കെ ആദിദേവ് ആൻഡ് അറ്റൻഡൻസില് അനുശ്രീ. ഓക്കെ. അരുണിമ KS, ലക്ഷ്മി CS. അരുണിമ KS. Yes, sir. അരുണിമ KS ഓക്കെ ആണ്. ആൻഡ് ലക്ഷ്മി CS. Yes, sir. ഈ പ്രോബ്ലം ഒന്ന് ട്രൈ ചെയ്യാം. പ്രോബ്ലം ഒന്ന് ട്രൈ ചെയ്യാം. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി പറയാം. The 10th term of an AP is 73 and the 20th term is 43. Find the 44th term. Shadiyan, listen. The 10th term of an AP is 73 and the 20th term is 43. Find the 44th term. Do it yourself. Then Ashwant വേണം. അശ്വന്തിലേക്ക് മടങ്ങി വരാം. അശ്വന്ത്. Yes, sir. How to solve this problem, Ashwant? Ashwant, how to solve? The 10th term of an AP is 73. പറഞ്ഞു അശ്വന്ത്. ഈ ചാപ്റ്റർ വീക്ക് ആണോ? അല്ല. പറയ്, ഹാപ്പി ആയിട്ട് പറഞ്ഞോ. കിട്ടും, പറയ്. എന്നൊന്ന് ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ. വെയിറ്റ് ചെയ്യും. നമുക്ക് ഐഷ ആലിയ പറഞ്ഞു. ഐഷ ആലിയ, come on. Yes, sir.
ടെൻത്ത് ടേം എന്ന് പറയുമ്പോൾ എ പ്ലസ് 90 ഈക്വൽ ടു 73. ഓക്കെ ഓക്കെ കറക്റ്റ്. അശ്വന്ത് ടെൻഷനൊന്നും വേണ്ട, ഇത് കൂളായിട്ടിരിക്കാം. നമുക്ക് ഇവിടെ ആദ്യം തന്നെ ഒരു ആസ് എ സ്റ്റുഡന്റ് എന്ന നിലയിൽ ഇത്തരം പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഏത് ഫോർമുലയാണ് മാച്ച് ആവാന്ന് നോക്കാം. 10th ടേം എന്നൊക്കെ പറയും. അപ്പോ nth ടേം കാണുവാനുള്ള ഫോർമുല നമുക്ക് നല്ല നിശ്ചയമുള്ള ആൾക്കാരാണ് ആ ഫോർമുല ഒന്ന് മനസ്സിലാക്കി കരുതുക. ഇതാണ് ഫോർമുല. a ഈക്വൽ ടു a പ്ലസ് -26 ആണോ? എന്തുവാ ആൻസർ -26 ആണോ? നോക്കാം. അതിലേക്ക് വരാം. വെയിറ്റ് ചെയ്യൂ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. നമ്മൾ എത്താം. a ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു t. nth ടേം കാണാനുള്ള ഫോർമുല a ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു t. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ നോട്ട്ബുക്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ആവുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. മറ്റു കുട്ടികൾ ഇങ്ങനെ ഒരു സൈഡിൽ ഒരു ലൈനൊക്കെ വരച്ച് ഭംഗിയായി എഴുതാം. 10th ടേം ഓഫ് an AP is A10. A10 equal to A plus 90. A10 10th ടേം is 73. അപ്പൊ A plus 90 equal to 73. A plus 90 equal to 73. Equation number 1. Equation number 1. And 20th term is 43. 20th term is 40. A20. A plus 19D equal to 40. A plus 19D equal to 43. A plus 19D equal to 43. Equation number 2. രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ ആരോടാണ് ചോദിച്ച് ഇങ്ങനെ വന്ന് നിർത്തിയത്? ഐഷ ആലിയ. ഇനി എങ്ങനെയായിരിക്കും ഐഷ? ഇമേലിനേഷൻ മെത്തേഡ് അല്ലേ ഇത് രണ്ടെണ്ണം? ഓക്കെ, വെരി ഗുഡ്. സോൾവ് ചെയ്യാനാണ് പോകുന്നത്. വിസ്മയ എസ് ആർ സോൾവ് ചെയ്യണം. അപ്പൊ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം എങ്ങനെയായിരിക്കും ഇത് സോൾവ് ചെയ്യാം വിസ്മയ? മൈനസ് 1 മൈനസ് 2 ചെയ്താൽ മതി എന്നാണ് കുട്ടി പറയുന്നത്. ശരിയായിട്ടുള്ള ഉത്തരമാണ്. വിസ്മയ എസ് ആർ പറഞ്ഞത് ശരിയാണോ നിഖിൽ രാജ്? യെസ് സർ. നിഖിൽ രാജ് ശരിയാണെന്നാണ് പറയുന്നത്. അനീന എം ജലീൽ ഈ കുട്ടി പറയാല്ലേ 1 മൈനസ് 2 ചെയ്താൽ മതി എന്നാ പറയുന്നത്. അതുമായി മുന്നോട്ട് പോകാൻ തയ്യാറാണോ അനീന എം ജലീൽ? തയ്യാറാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ തയ്യാറാണ്, റെഡിയാണ് എന്ന് എന്തുകൊണ്ട് അനീന എം ജലീൽ പറഞ്ഞു? ഓക്കെ, അപ്പൊ അതിന് നമുക്ക് കൊടുങ്ങനെ ഒരു ഉത്തരം കൊടുക്കാം. അങ്ങനെ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ് എന്ത് കാരണം കൊണ്ടാണ് 1 മൈനസ് 2 എന്ന് പറഞ്ഞത് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് വിസ്മയ എസ് ആർ പറഞ്ഞ ആ ഉത്തരവുമായി മുന്നോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ചോദ്യകർത്താവിന് കൊടുക്കാവുന്ന ഉത്തരം ഇത്രയേ ഉള്ളൂ. ആ എ അങ്ങ് എലിമിനേറ്റഡ് ആകും. 1 മൈനസ് 2 ചെയ്താൽ എ എലിമിനേറ്റഡ് ആയി പോയിക്കോളും എന്നുള്ള ഉത്തരം കൊടുക്കുന്നത് കൂടുതൽ നന്നായിരിക്കും. നമ്മൾ പറഞ്ഞതും ശരിയാണ് കേട്ടോ. 1 മൈനസ് 2 എന്ന് പറയുമ്പോൾ എ അവിടെ തീരുമാനമായി അല്ലെ? മൈനസ് ആണ്, മൈനസ് ആണ്, അവിടെ 0 ആയി. 9D മൈനസ് 19D എന്ന് പറയുന്നത് മൈനസ് 10D ആയി, മൈനസ് 10. 73 മൈനസ് 40, 73 മൈനസ് 43 അല്ലെ? 30 എന്ന് കിട്ടി. അപ്പൊ ഡി റെഡിയാണ്. 30 ബൈ മൈനസ് 10, ഡി ഈക്വൽ ടു മൈനസ് 3 എന്ന് കിട്ടി. അതൊന്ന് ബോക്സിലൊക്കെ ഇട്ട് ഭംഗിയാക്കാം. നമ്മൾ കണ്ടുപിടിച്ചാൽ ഒന്ന് റെസ്പെക്ട് ചെയ്തേരെ, അതുകൊണ്ടാണ് ഇങ്ങനെ ബോക്സിലൊക്കെ ഇട്ടിരിക്കുന്നത്. ഡി ഈക്വൽ ടു മൈനസ് 3 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഗൗരി നന്ദ ടി എസ്. ഇനി എന്താ ചെയ്യേണ്ടത് ഗൗരി നന്ദ ടി എസ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ടേമിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതായത് നമുക്ക് ലഭ്യമായ അല്ലെങ്കിൽ ഓൾറെഡി ഇപ്പൊ ഫൗണ്ട് ആണ് അല്ലെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ ഡി ഈക്വൽ ടു -3 എന്ന് പറയുന്ന വാല്യൂ ഇക്വേഷൻ നമ്പർ 1ലോ ഇക്വേഷൻ നമ്പർ 2ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് ഗൗരി നന്ദ പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ചെയ്യാണ്. ഡി ഈക്വൽ ടു -3 ഇൻ ഇക്വേഷൻ നമ്പർ 1. ഡി ഈക്വൽ ടു -3. ഡി ഈക്വൽ ടു -3 ഇൻ ഇക്വേഷൻ നമ്പർ 1. D equal to -3 in equation number 1ലേക്ക് കൊടുക്കുമ്പോ നമുക്ക് ആൻസർ എന്തായിരിക്കും? അഭിനവ് AM ഒന്ന് പറയൂ. A plus 9 into -3 73. അപ്പൊ എന്താണ് ആൻസർ കിട്ടാൻ? ആൻസർ സർ A minus 27 equal to 73.
A minus 27 equal to 17. Okay. A equal to A equal to 73 minus 27. ഓക്കെ. ഇങ്ങനെ എഴുതാൻ തെറ്റുണ്ടോ? അല്ല മറ്റത് പ്ലസ് ആകും. ഓക്കെ. അപ്പൊ ഒറ്റടിക്ക് പറഞ്ഞു. ഒറ്റടിക്ക് പറഞ്ഞു. A equal to അഭിനവയം. A equal to സർ A equal to 100. Okay, very good, excellent. A equal to 100, excellent. രണ്ടുത്തരം നമുക്ക് ലഭ്യമായി കഴിഞ്ഞിരിക്കുന്നു. A equal to 100, D equal to negative. Abidev teacher, Abidev. Find the 44th term. Abidev. Sir. Yes, your answer. 44th term, your answer. Sir, A plus 43D. A 44 equal to A plus 43D. A equal to 100 plus 43 into D equal to negative 3. Your answer, final answer, Mole, final answer. Negative 29. Negative 29 is the final answer, excellent. Your answer is correct, A 44. A 44, 44th term becomes, your answer is minus 29. Minus 29. Minus 29. Sanai MS, Sanai, okay ആണോ ഈ പ്രോബ്ലം? Sanai MS. ഞാൻ ഈ ഇതിലുള്ള വേറെ ഇതിലെ എനിക്ക് കിട്ടിയ സൂത്രം. ഓക്കെ, പക്ഷെ ഈ മെത്തേഡ് ഫോളോ ചെയ്യാം കേട്ടോ. ഓക്കെ. ഓക്കെ സർ. ആരോൺ ആന്റണി, അഭിരാം, ആരോൺ ആന്റണി, അഭിരാം, അഭിനന്ദന, അഭിനവ് AM. അഭിനവ് റെസ്പോൺസ് സ്പീഡിലായിക്കോണം കേട്ടോ. അഭിഷേക് സുധി, ആദിദേവ് TJ, അതിഷ വി ജോഷി, ആദിത്യൻ AS, അഫ്രീൻ PA. സ്പീഡ് കേട്ടോ. അക്ഷയ ES, അൽഫിദ, ആലിയ, അനഘ PS, അനില, ഏഞ്ചൽ സ്റ്റീഫൻ, ആഞ്ചലോ ജെയിംസ്, അനുലക്ഷ്മി മണികണ്ഠൻ. നിങ്ങൾ റെസ്പോൺസ് ആവണം, കാരണം നിങ്ങൾ റെസ്പോൺസ് ചെയ്യുന്നത് ഇവിടെ മൈക്ക് അനങ്ങുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ റെസ്പോൺസ് ഉണ്ടെന്ന്. ഓക്കെ. അനുശ്രീ, അർച്ചന അർച്ചന, അർച്ചന ക്ലാസ്സിൽ കയറാൻ ലേറ്റ് എന്താ പറ്റിയേ? അത് പറ്റൂല. അർച്ചന ക്ലാസ് നാളെ മുതല് കറക്റ്റ് സമയത്ത് എഴുന്നേറ്റോളണം കേട്ടോ. അർച്ചന എവിടെ താമസിക്കുന്നത്? കൊടുങ്ങല്ലൂര്. അപ്പോ 6 മണിക്ക് എഴുന്നേറ്റ് ഉഷാറായിക്കൊള്ളണം കേട്ടോ അർച്ചന. ഓക്കെ. അർജുൻ NM, അർജുൻ, അരുണിമ KK, അരുണിമ KS, ആഷ്ലിൻ AB, റോയ്, അശ്വന്ത് വേണു. ഓക്കെ അശ്വന്ത്? യെസ് സർ. ആഷ്ലിൻ AB, റോയ് ഓക്കെ അല്ലേ മോനെ? ആഷ്ലിൻ. യെസ്. അശ്വിൻ ബിജു. യെസ് സർ. അതുൽ VS, അവന്തിക സുമോദ്, ഐഷ. ഓക്കെ. ഐഷ ഓക്കെ. അതുൽ VS, അഭയ് കൃഷ്ണ, അഭയ്. ബെസ്റ്റ ബാബു, ബെസ്റ്റ. യെസ്, ഉഷാറല്ലേ ബെസ്റ്റ? ഭദ്ര PB, ഭരത് കൃഷ്ണൻ MB. നോ റെസ്പോൺസ് മസ്റ്റ്. ഭരത് കൃഷ്ണൻ പക്ഷെ കട്ടായി പോയി. ഓക്കെ. ചിന്മയി റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ തരട്ടെ. ചിന്മയി റെഡി അല്ലേ? എന്നാ പിടിച്ചോ. ക്വസ്റ്റ്യൻ പിടിച്ചോ. സിമ്പിൾ ക്വസ്റ്റ്യൻ. പടാന്ന് ചെയ്തോ. വളരെ നിഷ്പ്രയാസം ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്ക്രീനിൽ കാണുന്നത്. ആലോചിച്ച് നോക്കിക്കോളൂ. Find the sum of all natural numbers between 100 and 1000 which are multiples of 5. 100 and 1000 which are multiples of 5. എല്ലാവർക്കും എഴുതിയെടുക്കാം. നിഷ്പ്രയാസം ചെയ്യാൻ പറ്റും. നമുക്ക് ചോദിച്ച് തന്നെ ചെയ്യാം. അപ്പൊ റെഡി ആയിക്കോളൂ. ക്വസ്റ്റ്യൻ ഒക്കെ അങ്ങ് എഴുതിയെടുത്തോളൂ കേട്ടോ. ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സം ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 100 and 1000 which are multiple of 5. ഒരു 2 or 3 minutes എല്ലാവർക്കും ഒന്ന് ചിന്തിക്കാനുള്ള സമയമാണ്. നിങ്ങൾ തന്നെ ചെയ്യും. ഡു ഇറ്റ് യുവർസെൽഫ്. ഓക്കെ. വിസ്മയ തുടങ്ങിക്കോളൂ മോളെ. വിസ്മയ ഉഷാറായിക്കോളൂ. വിസ്മയ തന്നെ ചെയ്തു. ഓൾ സ്റ്റുഡൻസ് തന്നെ ചെയ്തു തുടങ്ങിക്കോളൂ. സോണ ഉഷാറല്ലേ? സോണ വിൽസൺ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ചെയ്യാൻ പറ്റും. അവന്തിക ഉഷാറായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അവന്തിക ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഉഷാറായിക്കോട്ടെ. പവിത്ര KP മോളെ. പവിത്ര KP എന്ത് പറ്റി? കാണുന്നില്ല. നിഖിൽ രാജ് കഴിഞ്ഞോ? മിനിഖയുടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവല്ലോ. മിനിഖ ചോദിക്കാം, നിങ്ങളൊന്ന് ചെയ്യാം.
നമുക്ക് അശ്വന്തിലേക്ക് തന്നെ ഫസ്റ്റ് ഇതിന്റെ ആൻസറിലേക്ക് ചോദിച്ചിട്ട് നമുക്ക് ഓരോ കുട്ടികളോടും ചോദിച്ചു പോകാം. അശ്വന്ത് വേണു റെഡി ആവാട്ടോ. യെസ് സർ. സർ ആദ്യം ഇതിന്റെ n കണ്ടുപിടിക്കണം. ഒരു മിനിറ്റ് ഞാൻ ബോർഡൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ. മോനെ എവിടെയാ കാണട്ടെ? ഓക്കെ. Find the sum of all natural numbers between 100 and 1000 which are multiples of 5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. What is the first? Sequence of 100, 105, last number 1000. Okay. Your answer please. Answer calculation ശരിയായില്ല ലാസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. Starting first step ആണ് എൻ്റെ. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ആദ്യത്തെ സ്റ്റെപ്പ് n കണ്ടുപിടിക്കാൻ. അല്ല അതൊരു സീക്വൻസ് പോലെ എഴുതണ്ടേ? സീക്വൻസ് 100, 105, 110. അശ്വന്ത് ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി റീഡ് ചെയ്തേ. ശരിക്കും റീഡ് ചെയ്തേ അശ്വന്ത്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. Find the sum of all natural numbers between 100 and 1000 എന്ന് പറഞ്ഞ അശ്വന്ത് വേണു എന്താണ് ഉത്തരം വരാ? ആ സീക്വൻസ് between 100 and 1000. 105 തൊട്ടാണ്. എന്താ പറ്റിയേ? മൊത്തം കൊള്ളാവൂലേ? അതാണ് ഞാൻ കാൽക്കുലേഷൻ ശരിയായില്ല. അതാണ്. ഓക്കെ, കുഴപ്പമില്ല മോനെ, ശരിയാക്കി എടുത്താൽ മതി. അതൊക്കെ നമ്മള് ഈ മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ എപ്പോഴും പരീക്ഷയായാലും പഠിക്കുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് ഭയങ്കര ഹാപ്പി ആയിരിക്കണം, നമ്മൾ നല്ല എനർജി ആയിരിക്കണം, ഒരു ടെൻഷനും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അത് ഈ പ്രായത്തിന് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. ടെൻഷന്റെ ആവശ്യമില്ല, ഹാപ്പിനെസ് അത് ഉണ്ടാക്കാവുന്നതുള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കുക, അതിൽ വേണ്ട ഫോർമുലാസ്, ഒരു ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ നമുക്ക് പറയാൻ പറ്റും. ആ ടോപ്പിക്കും അതിലുള്ള പ്രോബ്ലംസും ഒക്കെ നമ്മൾ മനസ്സിൽ റെഡി ആയിരിക്കണം. NCERT ടെക്സ്റ്റ് ബുക്ക് അങ്ങ് ബൈഹാർട്ട് പോലെ മനസ്സിനകത്ത് ഉണ്ടാവണം നിങ്ങളുടെ എല്ലാവരും. അങ്ങനെയാണ് നമ്മളുടെ രീതി. നമ്മളിപ്പോ ഒരു ചാപ്റ്റർ എടുക്കാണ്, ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റണം ഡിഫറൻഷ്യബിലിറ്റിയിൽ ആദ്യം സ്റ്റാൻഡേർഡ് റിസൾട്ട് പഠിക്കണം, എന്നിട്ട് ചെയിൻ റൂൾ എന്ന് പറയുന്ന ഒരു ഫോം, അതിന്റെ പ്രോബ്ലംസ് ഒക്കെ ഇപ്പൊ നമ്മൾക്ക് ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ തെളിഞ്ഞു വരണം. ചെയിൻ റൂള് അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ്. ഇപ്പൊ എന്താണ് ചെയിൻ റൂൾ എന്നും ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്താണെന്നും അതിൽ തന്നെ മക്കളെ കുറെ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകതകൾ നിറഞ്ഞ ക്വസ്റ്റ്യൻ. ചെയിൻ റൂൾ കഴിഞ്ഞു, ഇംപ്ലിസിറ്റ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് നേരെ വരുന്നു ലോഗരിതമിക് ഡിഫറൻസിയേഷൻ, അത് കഴിഞ്ഞ് പാരാമെട്രിക് ഫോം, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ്, റോൾസ് തിയറം, മീൻ വാല്യൂസ് തിയറം, ഇങ്ങനെ വരും. അപ്പൊ ഇതൊക്കെ കറക്റ്റ് ഓർഡറാണ്. അതിനകത്ത് വരുന്ന പ്രോബ്ലംസും അതിൽ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസുകൾ ഇതൊക്കെ പഠിക്കുക. അതൊക്കെ നമ്മൾ മനസ്സിനകത്ത് ഉണ്ടാവും. തുടങ്ങിയപ്പോ പറഞ്ഞു 10th പോലെയല്ല, ഇതിന് കറക്റ്റ് ഓർഡറാണ്. ആ ഓർഡർ കീപ്പ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം. ക്വസ്റ്റ്യൻ നന്നായിട്ട് റീഡ് ചെയ്യണം, വളരെ റിലാക്സ് ആയിട്ട് ചെയ്യാം. അപ്പൊ ഇതിന്റെ ആൻസറിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്കിവിടെ ആൻസർ തരാനായിട്ട് മോൻ കേട്ടിരുന്നോളൂ. നമുക്കിവിടെ ആൻസർ തരാനായിട്ട് റെഡി ആയിട്ട് വന്നിരിക്കുന്നത് എന്നാ പറഞ്ഞോളൂ. മോൻ തന്നെ പറഞ്ഞു. 2,21,600. സോറി, 2,21,600. ഓക്കെ, അവിടെ നിൽക്കട്ടെ. നമുക്ക് ആ സീക്വൻസിലേക്ക് തന്നെ മടങ്ങി വരാം. ആ സീക്വൻസ് ഒന്ന് പറയും. സീക്വൻസ് 105, 1010, 1015, 115. ലാസ്റ്റ് ടൈം 1000, 995. ഓക്കെ, അപ്പൊ എഴുതിക്കോ നിങ്ങൾ എല്ലാവരും ഓർഡറിൽ എഴുതിക്കോളൂ. നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ എഴുതിക്കോളൂ കേട്ടോ. നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 100 and 1000, 100 and 1000. Natural numbers between 100 and 1000 which are multiples of 5 are 105, 110, 115, 120 എക്സെട്ര. ഒരു 3 ഡോട്ട് ഇട്ടാൽ മതി കേട്ടോ. അങ്ങ് നേരത്തെ പിടിച്ചെടുത്ത കാര്യമൊന്നുമില്ല, 3 ഇട്ടാൽ മതി. എക്സെട്ര 995 എക്സെട്ര 995. ഇവിടെ നമുക്ക് വളരെ വ്യക്തമാണ് അല്ലെ, വളരെ വ്യക്തമാണ്. നമുക്ക് A is the first term,
A equal to, your answer is Vasudevian. A equal to Vasudev. 105. 105 is the correct answer. Then common difference D equal to Sonia K. Simon. Your answer, common difference D equal to 5. 5. Already 5 in the thannittund. Moreover, 110 minus 105. Your answer is 5. Then we have to find out the value of n. N kandupidikka. An equal to a plus n minus 1 into t. N equal to a plus n minus 1 into t. Radhakrishna T. എങ്ങനെ എന്നിലേക്ക് പ്രവേശിച്ചു? രാധാകൃഷ്ണ സർ ഞാൻ ഇക്വേഷൻ നേരെ പോയി ഇതാക്കി. രാധാകൃഷ്ണ പോരട്ടെ. സർ 995 മൈനസ് 105 divided by 5 plus 1. Just a second. 995 equal to a equal to 105 plus n minus 1 into d equal to 5. Okay, d equal to 5. This is the form. N equal to a plus n minus 1 into d. It is given that n equal to 995. 995 equal to 105 plus Radhakrishna പറഞ്ഞോളൂ. 105 ഇപ്പുറത്തോട്ട് എടുക്കുക, മൈനസ് ആവും. 995 minus 105 equal to n minus 1 into 5. ബാക്കി ചിന്മയി പറഞ്ഞോളൂ. മോൻ ശരി ഉത്തരം നൽകിയാണ്. ചിന്മയി പറഞ്ഞു. Yes, sir. Yes. അത് രണ്ടും 890 കിട്ടും. 890. n minus 1 into 5. Okay. Perfect. Next step. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 819. Okay. Very good. Anina and Shalin. ബാക്കി പോട്ടെ. അനീന. സാർ ഞാൻ വേറെ രീതിയിലാണ് ചെയ്തത്. ആയിക്കോട്ടെ. അപ്പൊ ഇത് ശരിയാണോ എന്ന് നോക്കാമോ? ഈ കുട്ടികൾ പറഞ്ഞത് ശരിയാണോ എന്ന് നോക്കാം. 890 by 5 എന്ന് പറഞ്ഞാൽ 178 ആണ്. അപ്പൊ ഈ 1നെ ഇങ്ങോട്ട് വിളിക്കൂ അല്ലെ? 1നെ ഇങ്ങോട്ട് വരാൻ 1 ഇങ്ങോട്ട് വരും. 178 plus 1 equal to n. n equal to 179. Is it correct, Anina and Jalil? Yes, sir. Yes. നമ്മൾ ചെയ്തത് tn minus t1 by d plus 1. ഞാൻ ചെയ്തത് n equal to n equation വെച്ചിട്ടാണ്. Sum. Okay. n equal to 179. Then Jismi, okay. Savio, clear? Devika Binoj ക്ലാസ്സിൽ കയറാൻ വയ്യായിരുന്നോ? ഇല്ല. ഈ ആൻസറുമായിട്ട് മുന്നോട്ട് പോകാൻ റെഡിയാണോ? 179 ആയിട്ട് മുന്നോട്ട് പോകാൻ? Yes, sir. സോണ വിൽസൺ? Yes, sir. Okay. പാർവതി? മിൻഹ? Yes, sir. ജയശങ്കർ മേനോൻ? സംസാരിക്കുന്നില്ല. ജയശങ്കർ. മയിൽ കേസ്. മയിൽ ഓക്കെ അല്ലേ? ഇത് മനസ്സിലായില്ലേ ഇതുവരെ? അർച്ചന, വിസ്മയ, അവന്തിക, സുമോദ്? Yes, sir. അപ്പൊ എന്ത് റെഡിയാണ്? എല്ലാവർക്കും മനസ്സിലായിണ്ടാവും. അഭിനവേയം ക്ലിയർ അല്ലേ മോനെ കുട്ടാ? അഭിനവ്? Yes, sir. Yes. Then ആദിദേവ് TJ, പിന്നെ അഭിനവ് TV and ആദിദേവ് TJ. Okay. Aisha AS, clear? Aisha AS. Then Vismaya SR നമുക്ക് ആൻസർ കിട്ടും. വിസ്മയ SR മൊത്തത്തിൽ പറയാനോ പെണ്ണൊക്കെ കിട്ടിയിട്ടോ. വിസ്മയ വളരെ റെഡി ആയിട്ടോ. ആൻസർ കൊടുത്ത വിസ്മയ. സം എന്നാ പറഞ്ഞേ. അപ്പൊ SN equal to നമുക്ക് എളുപ്പം n/2 into a plus l. ഇത് n ആണ്, 1 അല്ല കേട്ടോ. ലാസ്റ്റ് ഈ ഫോർമുല യൂസ് ചെയ്യുന്നതാണ് നമുക്ക് എളുപ്പം. അപ്പോ SN 179 equal to 179/2. a എന്ന് പറഞ്ഞാൽ 105 plus 995. Your answer is Vismaya SR. Vismaya, final answer പറഞ്ഞോളൂ. Vismaya. Yes, sir. Your only answer. വേഗം കാൽക്കുലേറ്റ് ചെയ്തത്. കാൽക്കുലേറ്റ്
സാറേ എനിക്കിത് നേരിട്ട് ബൈ ചെയ്ത എനിക്ക് ഇങ്ങനെ ചെയ്ത് അല്ല ഇതാണ് എളുപ്പം. ഇത് ആഡ് ചെയ്തപ്പോ ഇങ്ങനെ കിട്ടിയപ്പോ റൗണ്ട് ഫിഗർ ആയാൽ ഇത് കട്ടാവും. കണ്ട ഈ പുള്ളിനെ കട്ട് ചെയ്തത് ഇങ്ങനെ എളുപ്പം. അതോടെ ഡെസിമലൊക്കെ കൊണ്ടുവന്ന് നമ്മൾ എങ്ങനെ കൺഫ്യൂഷൻ ആണ്. അങ്ങനെ ചെയ്തിട്ടില്ല. ചെയ്തോ ഒന്നുകൂടി കാൽക്കുലേറ്റ് ചെയ്തോ. വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾ ചോദിച്ചു വരാം. ഞങ്ങള് കുറച്ച് പേരോട് ചോദിച്ചിട്ട് വരാം. ഇങ്ങനെ ഡെസിമൽ എടുക്കണേക്കാളും ഇത് ആഡ് ചെയ്യുമ്പോൾ 1100 എന്ന് കിട്ടും. അപ്പൊ ഇത് രണ്ട് കട്ട് ചെയ്ത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. Then your answer, Radhakrishna. Answer, please. 98450. 98450. CBSE students, please note only this answer. 98450. Multiple choice question. Option A 98550, option B 98450, option C 98460. None of these. 98450 എന്നുള്ളത് ആ OMR ഷീറ്റിൽ ഇങ്ങനെ ഓക്കെ. ഐഷ ആര്യ ഈ ആൻസർ നോക്ക് തന്നെ ചെയ്ത് കൊണ്ടുവരാൻ സാധിച്ചുവോ? ലാസ്റ്റിലെ സീക്വൻസ് ആൻഡ് സീരീസിന്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു. ഇന്ന് അതിന്റെ ഈവനിങ് ആവുമ്പോഴേക്കും അതിന്റെ ആൻസർ പേപ്പർ നിങ്ങൾ അയച്ചിരിക്കുന്ന ആ PDF ഉണ്ടാവും കേട്ടോ. ഗൂഗിൾ ക്ലാസ് റൂമിൽ ഉണ്ടാവും ഇന്ന് വൈകുന്നേരം. ഓക്കെ. അനദർ ക്വസ്റ്റ്യനിലേക്ക് പോവാം. പാർവതി MS അടുത്ത ചോദ്യം തന്ന കുഴപ്പമുണ്ടോ പാർവതി? പാർവതി എന്താണ് വളരെ ദുഃഖിതയായിട്ടൊക്കെ ഇരിക്കുന്ന, വളരെ ഉഷാറായിട്ടിരിക്കും, എന്താണ് സങ്കടപ്പെട്ടിരിക്കുന്നത്? ഹാപ്പിയായിട്ടിരിക്കും. പൗർണമി ഓക്കെ അല്ലേ? റെഡി അല്ലേ പൗർണമി? അനീന റെഡി? അനീന എം ജലീൽ അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ കേട്ടാ. വളരെ നിഷ്പ്രയാസം ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ കേട്ടോ. A man starts repaying a loan as first installment of rupees 100. Rupees 100. 100 എഴുതുമ്പോൾ സാധാരണ 100 എഴുതിയാൽ മതി. കോമയൊന്നുമില്ല. ഈ കോമയുടെ ആവശ്യമില്ല. 100 rupees 100. If he increases the installment by rupees 5 every month, what amount he will pay? What amount he will pay? What amount he will pay? What amount he will pay in the 30th installment? Your question is, listen, അവിടെ ടൈപ്പിംഗിൽ കുറച്ച് ഇതുണ്ട്, അപ്പൊ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. A man starts repaying a loan as first installment. Your question ഞാൻ ഒന്ന് റീഡ് ചെയ്യാണ്. A man starts repaying a loan as first installment of rupees 100. If he increases the installment by rupees 5 every month, what amount he will pay in the 30th installment? 30th installment. ആലോചിച്ചോളൂ കേട്ടോ, ഉഷാറായിട്ട് ആലോചിച്ചോളൂ. എല്ലാവരും വീഡിയോ ഓൺ ആക്കിയിട്ട് ഒന്ന് ആലോചിച്ചോളൂ. അർച്ചന റെഡി അല്ലേ? ഓക്കെ അല്ലേ? പറയാൻ റെഡി അല്ലേ? അർച്ചന റെഡിയാണ്. ഓക്കെ, എന്നാ പറഞ്ഞു അർച്ചന, എന്തൊക്കെയാ അർച്ചനക്ക് പറയാനുള്ളത്? Installment paid by the arithmetic sequence 100. A equal to 100 അല്ലേ? ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് A equal to 100 ആണ്. കോമൺ ഡിഫറൻസ് 5 ആണ്. 30th ഇൻസ്റ്റാൾമെന്റ് A 30 ആണ് കാണുന്നത്. A 30 ക്വസ്റ്റ്യൻ മാർക്ക്. ഇത് ശരിയാണോ? Yes sir. 5. If you increase the installment by rupees 5 every month, the common difference B equal to 5 ആണ്. വേണമെങ്കിൽ സീക്വൻസ് ചെയ്യുമ്പോൾ 100, 105 അങ്ങനെ പോവാം. N equal to 30th ഇൻസ്റ്റാൾമെന്റ് ആണ് കാണേണ്ടത്. അപ്പൊ നമുക്കറിയാം അർച്ചന AN equal to ആ ഫോർമുല ഒന്ന് പറഞ്ഞ അർച്ചന. AN equal to
A plus n minus 1 into t. ഓക്കെ വെരി ഗുഡ്. a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പൊ A30 ആണ് കാണേണ്ടത്. a എന്ന് പറയുന്നത് 100 ആണ്, n 30 ആണ്, 30 മൈനസ് 1 ഇൻറ്റു d 5. 100 പ്ലസ് 29 into 5. Your answer is 245 rupees. 245. അല്ലേ? മറക്കണ്ട 29 into 5 എന്നോടുകൂടി 100 ആഡ്. അപ്പൊ ഏതാ thus the amount of 30th installment is thus the amount of 30th installment is rupees 245. Rupees 245. സാറേ പറഞ്ഞു. a plus 29 d ചെയ്തൂടെ? അപ്പൊ സെയിം ആൻസർ തന്നെ. a plus 29 d 29 into d. ഡയറക്റ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഡയറക്റ്റ് കിട്ടി കുഴപ്പമില്ല. ഞാൻ എല്ലാ സ്റ്റെപ്പ് ഞാൻ പഠിപ്പിക്കുമ്പോൾ ആസ് എ ടീച്ചർ എല്ലാ സ്റ്റെപ്പ് ഇട്ട് പഠിപ്പിക്കണ്ടോ? ശരിയാണ് കേട്ടോ അശ്വന്ത്, അത് ഡയറക്റ്റ് കിട്ടി. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, ദെൻ ക്ലിയർ അല്ലേ മക്കളെ? ആൻസർ കിട്ടിയില്ലേ? അഭിനവേയം, ഈസ് ഇറ്റ് ക്ലിയർ? യെസ് സർ. അതിലേവ് ടീച്ചേ അടുത്ത ക്വസ്റ്റ്യൻ. പൗർണമി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Insert 5 numbers between insert 5 numbers insert 5 numbers between 8 and 26. 8 and 26. Insert 5 numbers between 8 and 26. 8 and 26 such that the resulting sequence is an AP. 5 numbers between 5 numbers നമുക്ക് കണ്ടുപിടിക്കണം. ആലോചിച്ചോളൂ. ഫസ്റ്റ് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള സമയമാണ്. ഒരു 2 or 3 minutes ആലോചിക്കാം. ഇൻസെർട്ടിന്റെ മലയാള മീനിങ്ങിന് കിട്ടാത്തൊരു ഇടയിൽ എന്നുള്ള അർത്ഥമാണ്. ബിറ്റ്വീൻ, ഇടയിൽ എന്ന് പറയും, ഇടയിൽ. ഇൻസെർട്ട് 5 numbers between 8 and 26 such that the resulting sequence is an AP. ഓക്കെ, ഒരു 2 or 3 minutes നന്നായി ആലോചിച്ച് ആൻസറിലേക്കുള്ള യാത്രയാണ്. ഓക്കെ, ഉഷാറായിക്കോളൂ. യെസ്, ready. Nikhil Raj. Yes sir. പറഞ്ഞു. 11, 14, 17, 20, 23. Okay, very good. എഴുതാം നമുക്ക്. Let A2 A3 വേർഡ്സിൽ എഴുതി പോണ്ട ആൾക്കാർ കേട്ടാ. A2 A3 A4 A5 A6 1 2 3 4 5. Let A2 A3 A4 A5 A6 be 5 numbers between 5 numbers between 5 numbers between 8 and 26. 8 and 26. 8 and 26 such that 8 comma A2 A3 A4 A5 A6 26 are AP. are in AP. എന്നാ പറഞ്ഞ A2 A3 A4 A5 A6 26 are AP. Here A equal to ഇവിടുത്തെ
അറിയാവുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഫസ്റ്റ് ടൈം ഈസ് ഗിവൺ a1 a2 a1 becomes a ആയിട്ട് എടുക്കും. a1 ഫസ്റ്റ് ടൈമിനെ a ആയിട്ട് എടുക്കും, അല്ലെങ്കിൽ a1 equal to h. a1 equal to h. ഇവിടെ a1 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. a1 എന്ന് പറഞ്ഞാൽ ഇവിടെ a1 according to this problem a1. This is a1 first time. a1 or a is the first time എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് a1 എഴുതുന്നതാണ് നല്ലത്, കാരണം ഇവിടെ a2 നല്ലത്. But a1, a2, a3, a4, a5, a6, a7. This is the big dish. a7 equal to 26. ഇത് അങ്ങോട്ട് അറിഞ്ഞിരിക്കണം. ഇവിടെ നിന്നാണ് ഈ കണക്കിന്റെ ആൻസർ ഇങ്ങോട്ട് വരിക. ആൻസർ വരുന്ന വഴിയാണ് a7 equal to 26. സെവൻത് ടൈം തന്നിരിക്കും. a7 equal to 26. a7 equal to 26. അപ്പൊ ഇവിടെ an equal to a plus n minus 1 into d ആണെങ്കിൽ നമുക്ക് d കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ്. a7 എന്ന് പറഞ്ഞാൽ a1 plus 6d അല്ലെ, a1 plus 6d അല്ലെ. a7 equal to a1 plus 7 minus 1 into a1 plus 6d equal to 26. ഞാനിത് ഡയറക്റ്റ് എഴുതിയേക്കാം കേട്ടോ. an equal to a plus n minus 1 into d. Here a7 equal to a1 plus 7 minus 1. 7 minus 1, 6. a1 is given, a1 equal to 8. 6d equal to 26. Then your answer is. What is the answer? Abhinav, an answer please. Abhinav. സാർ ഇപ്പൊ കട്ടായി പോയിട്ട് കേറിയുള്ളൂ, അപ്പൊ ഒന്നും മനസ്സിലായിട്ടില്ല. 6d equal to 26 minus 8. എത്ര കിട്ടി? സാർ ചെയ്തിട്ടില്ല, ചെയ്യാം. d equal to 3. ഇതാണ് d കിട്ടി കഴിഞ്ഞു. ആ d ബോക്സിലിട്ട് റെസ്പെക്ട് ചെയ്തോളൂ. ഇതുവരെ ഓക്കെ ആണോ? പറയൂ മക്കളെ, ഓക്കെ ആണോ ഇതുവരെ? എല്ലാവരും ഞാൻ പേരെടുത്ത് ഓക്കെയാണ്. d equal to 3. ഓക്കെ, ഉഷാറായിട്ടിരിക്കുക. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, here according to this problem a1 equal to 8, a7 equal to 26, a7 equal to 26, a1 plus 6d, a1 plus 6d equal to 26. Then a1 equal to 8, 8 plus 6d equal to 26, 6d equal to 26 minus 8, d equal to 18 by 6 at 3n, d equal to 3. അപ്പൊ d equal to 3 ആണെങ്കിൽ a2 എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആണ് ഇനി കണ്ടുപിടിക്കാൻ. ഫസ്റ്റ് ടൈം പ്ലസ് കോമൺ ഡിഫറൻസ് അല്ലേ, അത് അറിയാത്തവരും എഴുതുള്ളൂ കേട്ടോ. a2 എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ടൈം പ്ലസ് കോമൺ ഡിഫറൻസ് അല്ലെ. d equal to സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം എന്ന് പഠിച്ച ആൾക്കാരല്ലേ നമ്മള്. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം എന്ന് പഠിച്ച കുട്ടികളാണ് നിങ്ങള്. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ആണെങ്കിൽ a2 becomes ഫസ്റ്റ് ടൈം പ്ലസ് കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടൈം 8 plus 3 11 and 11. Then a3 second term plus common difference 11 plus 3 14. And a4 third term 14 plus 3 17. Then a4 plus 3 20. Then a6 fifth term 20 plus 3 23. Once again this is the answer. A2 is the second term. Second term equal to അറിയാൻ പാടില്ലാത്ത കുട്ടികൾക്ക് ഭംഗിയായി എഴുതി വെക്കാം. സെക്കൻഡ് ടേം ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടേം പ്ലസ് കോമൺ ഡിഫറൻസ് 8 plus 3 11 and third term equal to second term plus common difference. Fourth term equal to third term plus common difference. Fifth term equal to fourth term plus common difference. And sixth term equal to fifth term plus common difference. Your final answer will be thus 5 numbers between thus
5 numbers between, thus 5 numbers between, thus 5 numbers between 8 and 26 are 8 and 26 are Badra PB, Badra PB. Badra? Yes, sir. Okay, ano? Yes, sir. Thus the 5 numbers between 8 and 26 are 11, 14, 17, 11, 14, 17, 20 and 23. This is the answer. 20 and 23. This is the answer. നിഖിൽ രാജ് നമ്മളോട് പറഞ്ഞ ഉത്തരം ശരിയായിട്ടുള്ള ഉത്തരമായിരുന്നു. അപ്പോൾ നിഖിൽ രാജ് അഭിനന്ദനങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയില്ലേ? മറ്റു കുട്ടികൾക്കൊക്കെ ഇത് കിട്ടിയില്ലേ? ചെയ്യാൻ പറ്റിയായിരുന്നോ? അശ്വന്ത് വേണു ചെയ്യാൻ പറ്റിയായിരുന്നോ? ഞാൻ ചെയ്തിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ശിവാനി മധുസൂദനൻ, സനൈ MS, മരിയ ജെയിംസ്, അഭിഷേക് ഇതൊക്കെ ചെയ്യാൻ പറ്റിയായിരുന്നു. നിങ്ങൾ വീഡിയോ ഓൺ ആക്കി സജില ഫാത്തിമ ചെയ്യാൻ പറ്റിയിരുന്നോ? സജില ഫാത്തിമ ചെയ്യാൻ പറ്റിയിരുന്നോ? വീഡിയോ ഓൺ ആക്കണം. Aisha AS, Mail KS, is it clear, Mail? Yes, sir. Yes, sir. Yes. Devika Binod, Maria James, Suhana, Safana, Abhishek, Gauri Nanda. Yes, sir. Abhinav Aya. Yes, sir. Yes. Adidev DJ. Yes, sir. Nandika Sumot. Yes, sir. Anulakshmi Manikandan. Yes, sir. Chinmay Anina M. Jalil. Parvati. Parthi. Namir Mechu. Namir. Yes, sir. Mohammad Fahman. Anthony. Yes, sir. Abhinandana. Archana. Yes, sir. Archana. Arunima KK. Arunima KS. Yes, sir. Yes, another question. മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ചെറിയൊരു മാറ്റം ഇവിടെ നൽകാണ്. ശ്രദ്ധിക്കുക. ചോദ്യം ഇതാണ്, എഴുതിക്കൊള്ളുക. ഞാൻ പറയാം. ചോദ്യം ഒരു ചെറിയ മാറ്റം, എന്നിട്ട് തന്നെ ചെയ്തോളണം. Insert 6 numbers. Insert 6 ആക്കി. Insert 6 numbers between 3 and 24. 3 and 24. 3 and 24. Same logic, be fast. Insert 6 numbers between. Insert 6 numbers between 3 and 24 such that the resulting sequence is an AP. Do it. ചെയ്യാൻ പറ്റത്തില്ലേ? ചെയ്യാൻ പറ്റില്ലേ മക്കളെ? Yes, sir. Yes, sir. Yes. ക്രിസ്റ്റീന തോമസ് Yes, sir. പറ്റില്ലേ? കീർത്തന കഴിഞ്ഞ? Yes, sir. കഴിഞ്ഞു അല്ലേ? ശിവാനി കഴിഞ്ഞു. മറ്റുള്ളവരിലേക്ക് ഒന്ന് വരാം. ഫർമാൻ വീഡിയോ ഓണാക്കൂ. അഭിനന്ദന, ചിന്മയി, അനുലക്ഷ്മി, രാധകൃഷ്ണ, അരുണിമ KK, റിമിത വീഡിയോ ഓണാക്കൂ. അരുണിമ KK, പാർവതി MS, നിഖിൽ രാജ്, ഗൗരി നന്ദ, റിമിത. Yes, sir. Your answer, please. The numbers are 6, 12, 15, 18, and 21. 9 ഇല്ലേ? And സാറില്ല കേട്ടാ, ശരിയാണ് കേട്ടാ. 6, 9. പൗർണമി പ്രദീപ്, യുവർ ആൻസർ. 6, 9, 12, 15, 18, 21. And 21. Okay, very good. Chini, answer.
Chinmayi, yes, your answer. 6, 9, 12, 15, 18, 21. Okay, very good. And Akshaya, yes, your answer, Akshaya. 6, 9, 12, 15, 18, 21. Okay, Anulakshmi, Manikanthan. Yes, sir. 6, 9, 12, 15, 18, and 21. Okay, Anulakshmi, ke school on admission ready? Oh, yeah. Okay, okay. Then Adidev TJ, your answer, please. Sir, 6, 9, 12, 15, 18, 21. Okay, മനസ്സിലായോ മോനെ? Yes, sir. മോനെ ഏത് സ്കൂളിലാണ് പഠിക്കാൻ പോകുന്നത്? Sir, admission ഒന്നും കിട്ടിയിട്ടില്ല. ശരി കേട്ടാ, ശരിയാവും ശരി. ഓക്കെ ഓക്കെ, രാജകൃഷ്ണ ടിയ. Yes, sir. Your answer? 6, 9, 12, 15, 18, 21. ഓക്കെ, രാജകൃഷ്ണ എവിടെ പഠിക്കാൻ പോകുന്നത്? HSS പനങ്ങാട്. അരുണിമ കെ കെ. കെ കെ അരുണിമ. Your answer? 6, 9, 12, 15, 18, 21. അശ്വന്ത് വേണു, അശ്വന്ത്. Yes, sir. 6, 9, 12, 15, 18, 21. ഓക്കെ, ശിവാനി മധുസൂദനൻ. 6, 9, 12, 15, 18, 21. മയിൽ. ഓക്കെ മോളെ, വെരി ഗുഡ്. മയിൽ കെ എസ്. Yes, sir. Your answer? 6, 9, 12, 15, 18, 21. ഓക്കെ, കഴിഞ്ഞ കണക്കിന്റെ സെയിം ഫോട്ടോകോപ്പി ആയിരുന്നു. എല്ലാവർക്കും അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അല്ലെ, ക്ലിയർ ആണല്ലേ? എല്ലാ കുട്ടികൾക്കും മനസ്സിലായിണ്ടാവും. അല്ലെ, ക്ലിയർ അല്ലേ? ഒന്ന് റെസ്പോൺസ് ചെയ്യാമോ? മറ്റു കുട്ടികളൊന്ന് റെസ്പോൺസ്. Yes, sir. Yes, sir. Yes, sir. Yes, sir. ഓക്കെ, ഗുഡ്. then നമുക്ക് മടങ്ങി വരാം. ഇതൊന്ന് എഴുതി വെച്ചോളൂ, ഒരു നോട്ടായിട്ട് എഴുതാം. നോട്ടായിട്ട് എഴുതുള്ളൂ. സെലക്ഷൻ ഓഫ് ടേംസ് ഇൻ ആൻ എപി. ഒരു നോട്ടായിട്ട് എഴുതിക്കോളൂ കേട്ടോ. നോട്ട്. സെലക്ഷൻ ഓഫ് ടേംസ് ഇൻ ആൻ എപി. സെലക്ഷൻ ഓഫ് ടേംസ് ഇൻ ആൻ എപി. നോട്ട് എന്ന് പറഞ്ഞ് എഴുതി വരിക. സെലക്ഷൻ ഓഫ് ടേംസ് ഇൻ ആൻ എപി. നമുക്ക് 3 വരെയാണ് സ്റ്റേറ്റ് സിലബസിൽ വരാറുള്ളൂ. CBSEക്ക് 4ഉം 5ഉം അറിഞ്ഞിരിക്കണം കേട്ടോ. സെലക്ഷൻ ഓഫ് ടേംസ് ഇൻ ആൻ എപി. നമ്പർ 1, 3 consecutive numbers in an AP can be taken as a minus b, a plus b. അങ്ങനെ സെലക്ട് ചെയ്യണം. 3 consecutive numbers വരികയാണെങ്കിൽ AP ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത് a minus d, a plus d ആണ്. 4 consecutive numbers in AP can be taken as a minus 3d, a minus b, a plus d, a plus 3d. 5 consecutive numbers in AP can be taken as a minus 2d, a minus d, a plus d, a plus 2d. സ്റ്റേറ്റ് സിലബസില് 3 നമ്പേഴ്സിന്റെ ആണ് വരിക. AP. ഇതാണ് സ്റ്റേറ്റുകാർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. CBSE സ്റ്റുഡൻസ് 3ഉം 4ഉം 5ഉം കോൺസെൻട്രേറ്റ് ചെയ്യണം. ഒന്ന് അതൊരു 2 ടൈംസ് ഒന്ന് എഴുതി പഠിച്ചോളൂ കേട്ടോ. 3 വരുമ്പോ AP ആയിട്ട് സെലക്ഷൻ കൊടുക്കേണ്ടത് a minus d, a plus d ക്കാണ്. a minus d, a plus d ക്കാണ്. 4 വരുമ്പോ a minus 3d, a minus d, a plus d, a plus 3d. 5 വരുമ്പോ a minus 2d, a minus d, a plus d, a plus 2d. വളരെ വളരെ സാവധാനത്തിൽ എഴുതിയെടുക്കുക കേട്ടോ. സെലക്ഷൻ ആണ്, പ്രോബ്ലം ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനുള്ളതാണ്. ഇങ്ങനെ നമുക്ക് AP അവിടെ ഫോം ചെയ്യിക്കാൻ പറ്റുള്ളൂ. പറഞ്ഞോളൂ. ഇതൊരു -2d അല്ലേ വരേണ്ടത്? 4 വരുന്നതില് -2d അല്ലേ വരേണ്ടത്? -3d തന്നെയാണ് വരിക കേട്ടോ. ഇതാണ് ഇതിന്റെ ഒരു ഫോമാറ്റ് ആണ് മോനെ, സെലക്ഷൻ ആണ്. ഇങ്ങനെ എടുത്താലാണ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, എഴുതിയോ മക്കളെ? എഴുതിയെടുത്തോ. ഇത് ജനറൽ റിസൾട്ട് ആണ്, ജനറൽ ലോജിക് ആണ്. എഴുതിയെടുത്തോ? Yes, sir. Yes, sir. Yes, sir.
Okay, this is the question. Find 3 numbers in AP whose sum is -3 and whose product is 8. ഒന്ന് ട്രൈ ചെയ്യാം, എന്നിട്ട് നമ്മൾ ഒരുമിച്ച് പോകും. ഓക്കെ, ഫൈൻഡ് 3 numbers in AP whose sum is -3. Sum is -3. whose sum is -3 and whose product is 8. ആ സെലക്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ്. അതാ ഞാൻ പറഞ്ഞേ, സെലക്ഷൻ നമ്മൾ മനസ്സിനകത്ത് പഠിച്ചേക്കണം, നല്ല അത് മാച്ചായി വരുള്ളൂ. ഒന്ന് ആലോചിച്ചോളൂ കേട്ടോ, ഒരു 2 or 3 minutes മാത്സ് ആയ കാരനാണ്. ഒരു 2 or 3 minutes എപ്പോഴും നമ്മളെ ഒന്ന് വിലയിരുത്തണം. അപ്പൊ ഒരു 2 or 3 minutes നിങ്ങൾ ആലോചിക്കണം, എന്നിട്ട് ഞാൻ ആൻസറിലേക്ക് വരും. അല്ലാതെ ഞാൻ ആൻസർ പറഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല. ഡു ഇറ്റ് യുവർ സെൽഫ്. ഓക്കെ, ശ്രദ്ധിക്കാട്ടോ മക്കളെ, ലിസൺ. Find 3 numbers in AP. Find 3 numbers in AP whose sum is -3 and whose product is 8. അപ്പോൾ എഴുതാം, let 3 numbers, let 3 consecutive terms, അല്ലെങ്കിൽ 3 numbers എങ്ങനെ വേണമെങ്കിലും ആക്കാം. Let 3 consecutive terms be a minus b, a minus d, a plus d, a minus d, a plus d, a minus d, a plus d. Let the 3 consecutive terms be a minus d, a plus d. It is given that sum equal to -3 and product is 8. Sum is -3, product equal to 8. Sum is -3 becomes എങ്ങനെ എഴുതാം, നമുക്ക് ഈസി ആയിട്ട് എഴുതാം. Then sum is -3, a minus d plus a plus d equal to -3. Here is minus d and plus d cancelled. A plus a, 3a equal to -3. A equal to -3 by 3, -1. A ready. A equal to -1. A equal to -1. It is given that sum equal to -3 and product is 8. 3 consecutive numbers be a minus d, a plus d. Then a minus d plus a plus d equal to -3. Minus d and plus d is cancelled. Minus d and plus d is cancelled. A plus a, 3a. 3a equal to -3. A equal to -3 by 3, -1. Is it clear? Is it clear? Yes, sir. Yes, sir. Okay. Then product equal to 8 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Then product a minus d into a minus b into a plus d equal to 8. A minus d into a plus d equal to 8. A minus 1 minus d, minus 1 plus d, or listen here, a minus d into a plus d, a minus d into a plus d, a minus b into a plus b, a square minus b square. Here is a square minus b square into a equal to 8. It's very easy. A square minus b square. Already from a equal to -1. -1 square minus a b square into -1 equal to 8. We know that the result is a minus b into a plus b. A minus b into a plus b, a square minus a b square. A square minus a b square. Here is a minus d into a plus b, a square minus a b square.
A equal to -1, -1 whole square minus d square into -1 equal to 8. -1 square 1, 1 minus a d square. -1 equal to 8. ആ ഡിയുടെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ചു. ഡിയുടെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ചു. ഡിയുടെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ചു. -1 മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ -1 plus d square equal to 8. D square equal to 8 plus 1. D square equal to 9. D equal to plus or minus 3. 9 plus or minus 3. Plus or minus 3. Plus or minus 3. D equal to plus or minus 3. Find 3 numbers in AP now. Find 3 numbers in AP. Okay, when A equal to -1, when A equal to -1, D equal to 3. A minus D, A plus D. So 3 numbers with -1 minus 3, -1, -1 plus 3. -4, -1, -4, -1, 2. When A equal to -1, D equal to 3. The 3 numbers A minus D, A plus D. -1 minus 3, D equal to 3. A equal to -1, D equal to 3. -1 plus 3. -4, -1, 2. Or when A equal to -3, or when A equal to -1, D equal to -3, D equal to plus or minus 3. Video like Chinmayi, Kirtana, Jismi, Vrinda, Sanai, Nigildad, Vismaya, Portella, Akshaya, yes. A minus D, A plus D. -1 minus -3, -1 -1 plus -3, minus plus, -1 plus 3, 2, -1 negative, 2 -1 negative. That's our final answer. Clear? Yes, sir. Yes, sir. Yes. ആ സെലക്ഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം മക്കളെ. ആ സെലക്ഷൻ ആണ് വളരെയധികം ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. അത് നമുക്ക് നല്ല നിശ്ചയം ഉണ്ടാവണം. എങ്കിലാണ് നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഈസി ആവും. ഒരു ഹോംവർക്ക് ചെയ്തെടുത്തോളൂ. ഹോംവർക്ക് ചെയ്യണം. ഹോംവർക്ക് റെഡി ആയിക്കോളൂ. എല്ലാവരും നോട്ട്ബുക്കില് എഴുതി വെക്കാം. Find 3 numbers in AP. Sum is 21. ഞാൻ ഇവിടെ ഇതൊന്ന് മാറ്റി കളയാം. Sum is 21. Sum is 21. And the product is 231. 231. 231. 200 സ്ക്രീനിൽ ഉണ്ടല്ലോ. സ്ക്രീനിൽ കിടക്കുന്നുണ്ട്. Find 3 numbers in AP whose sum is 21 and whose product is 231. 231. ഇനി ഒരെണ്ണം കൂടി ഹോംവർക്ക് പിടിച്ചോളൂ. അടുത്ത ഹോംവർക്ക്, another homework റെഡിയാക്കാം. The seventh term of an AP. The seventh term of an AP is 34. 34. The seventh term of an AP is 34, and the 15th term is 74. 74. Find the 14th term. Find the 14th term. 40. Come. Find the 14th term. Find the 14th term. Find the 14th term. Find the 14th term.
സനൈ MS ഇതുവരെ ഓക്കെ ആണെന്ന് പറയുന്നു. സനൈ, ആരോൺ ആന്റണി, ആരോൺ, അഭിരാം, അഭിനന്ദന, Yes, sir. Yes, sir. അഭിനവ് TV, നോ റെസ്പോൺസ്. റെസ്പോൺസ് മസ്റ്റ് ആണെന്ന് പറഞ്ഞു. അഭിനവ് TV മിണ്ടുന്നില്ല. അഭിഷേക് സുധി, സർ അല്ല ക്ലിയർ? ഒന്നുകൂടി പറഞ്ഞുതരുമോ? പറഞ്ഞുതരാം. ആദിദേവ് TJ, Sir. Yes, sir. ഋഷവി ജോഷി, ലാസ്റ്റ് കിട്ടിയത് ലിസൺ അഭിഷേക്. യെസ് സർ. സമ്മ മനസ്സിലായോ? സാർ ആ ടൈമില് കട്ടായി പോയി, നെറ്റ് കട്ടായി പോയി. ഓക്കെ, സമ്മ കിട്ടിയത് മനസ്സിലായോ? യെസ് സർ. ആ പ്രോഡക്റ്റ് സമ്മ ഇങ്ങനെയാണ് കിട്ടിയേക്കുന്നത്. A-D A+D ആണ് സെലക്ഷൻ. A-D plus A+D. -3 D cancelled. 3A equal to -3, A equal to -1. And the product A-D into A into A+D. Product is 8. A-D into A+D. A square minus D square into A equal to 8. We know that A equal to -1. ഇവിടെ കിട്ടിയിട്ടുണ്ട്, already found out. -1 square minus D square into -1 equal to 8. നോക്കൂ, -1 square എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 minus D square -1 equal to 8. -1 multiplication -1 plus D square equal to 8. D square equal to 8 minus 1 plus 1. D square equal to 9. D equal to plus or minus 3. ഇനി A equal to -1 ഉം D equal to ആദ്യം 3 കൊടുക്കുക, പിന്നെ D ക്ക് -3 കൊടുക്കുക സെലക്ഷൻ. ഇതൊരു ഓക്കെ ആണോ അഭിഷേക്? യെസ് സർ. ഇനി ഇങ്ങനെ കൊടുക്കുക. A equal to -1, D equal to 3. ഏതിലേക്ക് കൊടുക്കണം? A minus D, A+D ലേക്ക് കൊടുക്കാം. അപ്പൊ -1, -3, -1 plus 3. അപ്പൊ -4, -1, 2 എന്ന് കിട്ടും. ഇനി മോനെ എന്ത് കൊടുക്കണം? A equal to -1 ഉം D equal to -3 കൊടുക്കാം ഇതിലേക്ക്. മനസ്സിലായോ? അപ്പൊ ആൻസർ കിട്ടുന്നത് 2 അങ്ങനെ വരും. അപ്പൊ നമുക്ക് മറ്റൊരു ദിവസം കണ്ടുമുട്ടാം. ഉഷാറായിട്ടിരിക്കുക, നന്നായിട്ട് പഠിക്കുക, നന്നായി പരിശ്രമിക്കുക. പുതിയതായി ജോയിൻ ചെയ്ത കുട്ടികള് വെബ്സൈറ്റില് ഈ ചാപ്റ്ററിന്റെ ഒക്കെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഏത് സെന്ററിലാണോ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് ഓഫീസിലേക്ക് വിളിച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ Gmail ID ഒക്കെ കൊടുത്ത് കറക്റ്റ് ആയിട്ട് Gmail ID ഒക്കെ കൊടുത്ത് ക്ലാസ്സുകൾ നിങ്ങൾ കാണാം. ഓക്കെ, അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. പിന്നെ ഓക്കെ, താങ്ക് യു.